ഹായ്, ഞാൻ കവി അനഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. ഷോർട്സായിട്ട് ലോങ് ആയിട്ട് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും തോറ്റ് പിന്മാറരുതല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കും കമൻറ്റൊക്കെ തരാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിൽ താമര നട്ട് അതിലൊരു പൂ വിരിയുക എന്നൊക്കെയുള്ളത്. അതുപോലെ ഞാനും ആഗ്രഹിച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ താമര നടാൻ തുടങ്ങിയതായിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് വൈറ്റ് പിയോണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ വൈറ്റ് പിയോണി നന്നായി തന്നെ പിടിച്ച് പൂവൊക്കെ ഇട്ടു. പിന്നീട് അതങ്ങോട്ട് നശിച്ചു പോയിട്ടോ. എന്നു വെച്ചാൽ ഈ താമര നമ്മൾ ട്യൂബർ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും കുറേ ട്യൂബർ ഉണ്ടാകുമല്ലോ. താമരയുടെ ട്യൂബർ വാങ്ങണേലും ചിലവാണ് കേട്ടോ നമുക്കിത് നട്ട് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ട്യൂബർ എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നട്ട് പിടിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. അത് ഇതിൻ്റെ പോട്ട്സിന് തന്നെ ഒരു 150 രൂപയോളം ഏകദേശം. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ നമുക്കത് നടാനായിട്ട് സാധിക്കുമല്ലോ കേട്ടോ. അങ്ങനെ എൻ്റെ കുറേ ട്യൂബറൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളം ഇങ്ങനെ ഇരിക്കണത് എന്താണെന്ന് വെച്ചാൽ, താറാവ് ഇരിയതാണ്ട് എൻ്റെ താറാവിനെ കൊണ്ട് മഹാശായി. ഇപ്പോൾ താറാവ് ഇരി എല്ലാ താമരകളും എൻ്റെ നശിച്ചു പോകാണ്ട്. ഞാൻ എങ്ങനെയൊക്കെ അവരെ കൂട്ടിലിടാൻ ശ്രമിച്ചാലും അവരതെങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ വെള്ളം വന്ന് നീരിട്ട് വന്നാൽ അതിപ്പോഴത്തെ ചൂടിൻ്റെ ആണല്ലോ. അതുങ്ങൾക്കും വെള്ളം എപ്പോഴും ഇങ്ങനെ കുടിക്കാനായിട്ട് ദാഹം ഉണ്ടല്ലോ. ചുറ്റും കണ്ടോണം, ആ കണ്ടത്തിലോട്ട് അവരെന്ത് ചെയ്ത് ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ താമര നട്ടതിന് ശേഷം നമുക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് കൊയിൻ ലീഫ് നട്ടാൽ പറയാം. ഈ ലീഫ് വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ലീഫ് വരും. ഇതിനൊരു പേരുണ്ട് കേട്ടോ. അതെന്താ പേരെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ആദ്യം നമുക്ക് കൊയിൻ ലീഫ് വന്നു, പിന്നെ അതിന് ശേഷം ഇങ്ങനത്തെ ഒരു ലീഫ് വന്നു. അത് കഴിഞ്ഞാണ് നമുക്ക് സ്റ്റാൻഡ് ലീഫ് വരണത്. ഈ ലീഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ മുട്ട ഉണ്ടാവും കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ, മുട്ട ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ കോഴി അത് കൊത്തി തിന്നും, അല്ലെങ്കിൽ താറാവ് കൊത്തി തിന്നും. ഇതാണ്ട് ഞാൻ കുറേ നാൾ കാത്തിരുന്നാൽ പിന്നെ എനിക്കൊരു മുട്ട പൂവോ കിട്ടണത് കേട്ടോ. പിന്നെ കോഴീനെയൊക്കെ കൂട്ടിലാക്കണം. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റാൻഡ് ലീഫ് വന്ന് അതിൻ്റെ ഒപ്പം തന്നെ മുട്ടും വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം, നമുക്ക് ഈ സ്റ്റാൻഡ് ലീഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുരുതുരാ മുട്ടുകൾ. താമര നടുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ലൈക്കൊക്കെ തരുക കേട്ടോ.